നമസ്തേ. ബംഗാളി സാഹിത്യത്തിലെ ഏറ്റവും വിവാദപരവും അതേസമയം ഏറ്റവും ശക്തവുമായ ശബ്ദങ്ങളിലൊന്നാണ് തസ്ലിമ നസ്രീൻ. എഴുത്തുകാരി എന്നതിലുപരി ഡോക്ടറും ഫെമിനിസ്റ്റ് ചിന്തകയുമായ അവർ സ്ത്രീകളുടെ അവകാശം, മതേതരത്വം, സ്വതന്ത്രചിന്ത, മതമൗലികവാദത്തിനെതിരായ നിലപാട് എന്നിവയെ തന്റെ എഴുത്തിന്റെ കേന്ദ്ര വിഷയങ്ങളാക്കി. അതിന്റെ വിലയായി സ്വന്തം രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെടുകയും വർഷങ്ങളോളം പ്രവാസ ജീവിതം നയിക്കേണ്ടി വരികയും ചെയ്തു. 1962 ഓഗസ്റ്റ് 25 അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിലെ മൈമൻസിംഗിൽ ജനിച്ച തസ്ലിമ ഒരു ഡോക്ടറുടെ മകളായിരുന്നു. പിന്നീട് വൈദ്യശാസ്ത്രം പഠിച്ച് ഡോക്ടറായി. മൈമൻസിംഗിലെ കുടുംബാസൂത്രണ ക്ലിനിക്കിൽ ജോലി ചെയ്ത അവർ പിന്നീട് ധാക്കയിലെ സർക്കാർ ക്ലിനിക്കിലും സേവനമനുഷ്ഠിച്ചു. 1993 ദേശീയ മെഡിക്കൽ സർവീസിൽ നിന്ന് പിന്മാറിയതോടെ എഴുത്തിനും സാമൂഹിക ഇടപെടലുകൾക്കും കൂടുതൽ സമയം നീക്കിവെച്ചു. എന്നാൽ തസ്ലിമയുടെ യഥാർത്ഥ തിരിച്ചറിയൽ രൂപപ്പെട്ടത് ആശുപത്രികളിലല്ല, എഴുത്തിലൂടെയായിരുന്നു. 1970കളിൽ തന്നെ കവിതകളും രചനകളും പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയ അവർ പിന്നീട് മാസിക കോളങ്ങളിലൂടെയും നോവലുകളിലൂടെയും സമൂഹത്തിലെ അസമത്വങ്ങളെയും സ്ത്രീകളുടെ ദുരിതാവസ്ഥയും മതത്തിന്റെ പേരിലുള്ള നിയന്ത്രണങ്ങളെയും തുറന്നെഴുതാൻ തുടങ്ങി. അവരുടെ എഴുത്തിന്റെ സ്വഭാവം തുടക്കം മുതൽ തന്നെ പ്രകോപനപരമായിരുന്നു. സ്ത്രീകളെ അടിച്ചമർത്തുന്ന സാമൂഹിക ഘടനകളെയും പുരുഷാധിപത്യത്തെയും അവർ രൂക്ഷമായി വിമർശിച്ചു. ഇസ്ലാമിക നിയമവ്യവസ്ഥയിലെ സ്ത്രീകളോടുള്ള അസമത്വപരമായ സമീപനമെന്നവർ കരുതിയ കാര്യങ്ങളെ ചോദ്യം ചെയ്തു. മതവിശ്വാസത്തെ വിമർശിക്കുന്നതും മതമൗലികവാദത്തെ വിമർശിക്കുന്നതും തമ്മിലുള്ള അതിർത്തികളെക്കുറിച്ച് വലിയ വാദപ്രതിവാദങ്ങൾ ഉയർന്നതും ഇതോടെയാണ്. അവരുടെ വ്യക്തിജീവിതവും അന്നത്തെ ബംഗ്ലാദേശിലെ പരമ്പരാഗത സാമൂഹ്യ പ്രതീക്ഷകളെ വെല്ലുവിളിക്കുന്നതായിരുന്നു. മുടി ചെറുതാക്കിയത്, പുകവലി, പരമ്പരാഗത വസ്ത്രധാരണ രീതികളിൽ നിന്ന് മാറി നിന്നത് തുടങ്ങിയ കാര്യങ്ങൾ പോലും ചില യാഥാസ്ഥിക വിഭാഗങ്ങളുടെ വിമർശനത്തിന് കാരണമായി. എന്നാൽ തസ്ലീമയുടെ നിലപാട് വ്യക്തമായിരുന്നു. ഒരു സ്ത്രീയുടെ വസ്ത്രവും ജീവിതശൈലിയും അവളുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്, സമൂഹത്തിന്റെ അനുമതി വാങ്ങേണ്ട വിഷയമല്ല. ഇനി എഴുത്ത് പുസ്തകത്തിന്റെ പേജിൽ നിന്ന് തെരുവിലേക്ക് എത്തിയപ്പോൾ 1992 ധാക്കയിലെ ചില പുസ്തകശാലകൾ അവരുടെ കൃതികളെ എതിർത്ത സംഘങ്ങളുടെ ആക്രമണത്തിന് ഇരയായി. തുടർന്ന് 1993 പ്രസിദ്ധീകരിച്ച ലജ്ജ എന്ന നോവൽ വലിയ വിവാദമായി. ബംഗ്ലാദേശിലെ ഒരു ഹിന്ദു കുടുംബം മതപരമായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നേരിടുന്ന പീഡനത്തെ ആസ്പദമാക്കിയായിരുന്നു നോവൽ. കൃതിക്കെതിരെ ഫത്വ പുറപ്പെടുവിക്കപ്പെട്ടതോടെ തസ്ലിമ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട എഴുത്തുകാരിയായി മാറി. ഇതോടെ അവരുടെ ജീവിതം തന്നെ ഒരു രാഷ്ട്രീയ സാമൂഹിക ചർച്ചയായി മാറി. പുസ്തകത്തിൽ എഴുതിയ വാക്കുകൾക്ക് മറുപടി നൽകേണ്ടത് പുസ്തകത്തിലൂടെയല്ല, ഭീഷണികളിലൂടെയാണോ എന്ന ചോദ്യമാണ് ഉയർന്നത്. ഒരു എഴുത്തുകാരുടെ ആശയങ്ങളെ എതിർക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. എന്നാൽ അതിന് മറുപടിയായി ഭീഷണിയും അക്രമവും നാടുകടത്തലും വരുമ്പോൾ അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമായി മാറുന്നു. ഇന്നും തസ്ലിമയുടെ വാക്കുകൾ അതേ പശ്ചാത്തലത്തിലാണ് വായിക്കപ്പെടുന്നത്. അടുത്തിടെ കൊൽക്കത്തയിൽ തിരിച്ചെത്തിയപ്പോൾ അവർ പറഞ്ഞത് 19 വർഷത്തിന് ശേഷമുള്ള ഈ മടങ്ങിവരവ് വെറും ഒരു യാത്രയല്ല എന്നതാണ്. കൊൽക്കത്ത അവരുടെ ഭാഷയുടെയും സാഹിത്യ സ്വത്വത്തിന്റെയും ഓർമ്മകളുടെയും പ്രവാസ ജീവിതത്തിന്റെയും ഭാഗമാണ്. വാതിലുകൾ അടച്ചപ്പോൾ ജനങ്ങൾ ഹൃദയങ്ങൾ തുറന്നു. വിമാനത്താവളം മുതൽ രവീന്ദ്ര സദൻ വരെ തന്നെ കാണാനും കേൾക്കാനും ഫോട്ടോ എടുക്കാനും ആളുകൾ കാത്തുനിന്നത് തസ്ലിമ ചൂണ്ടിക്കാട്ടുന്നു. 2007 കൊൽക്കത്തയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് ജനങ്ങളുടെ തീരുമാനമല്ല, രാഷ്ട്രീയ തീരുമാനമായിരുന്നുവെന്നാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഈ തിരിച്ചുവരവ് അവരുടെ മനസ്സിൽ സന്തോഷത്തിനൊപ്പം വേദന നിറച്ചിരുന്നു. യൂറോപ്പ് തനിക്ക് പൗരത്വം, സുരക്ഷയും നിയമപരമായ ഐഡന്റിറ്റിയും നൽകിയതിൽ അവർ നന്ദി പറയുന്നു. പക്ഷേ അതോടൊപ്പം അവർ പറയുന്ന ഒരു വാചകം ഏറെ പ്രസക്തമാണ്. പൗരത്വം ലഭിക്കുന്നത് ഒന്നാണ്, മാതൃഭാഷയുമായി ജീവിക്കുന്നത് മറ്റൊന്നാണ്. ബംഗാൾ തനിക്ക് ഭാഷയും വായനക്കാരെയും എഴുത്തുകാരി എന്ന തിരിച്ചറിയലും നൽകി. എന്നാൽ അതേ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം അംഗീകരിക്കപ്പെട്ടില്ല എന്നതാണ് അവരുടെ വേദന. മദ്രസകളെക്കുറിച്ചുള്ള വാദവും വ്യക്തമായി അതിർത്തി. മദ്രസകൾ ജിഹാദിന്റെ കേന്ദ്രങ്ങളാണെന്ന പരാമർശം വലിയ ചർച്ചയായപ്പോൾ തസ്ലിമ തന്നെ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തി. തന്റെ അഭിപ്രായം ഇന്ത്യയിലെ മദ്രസകളെക്കുറിച്ചല്ല, ബംഗ്ലാദേശിലെ മദ്രസകളെക്കുറിച്ചാണെന്നാണ് അവർ പറയുന്നത്. ഇന്ത്യയിലെ മദ്രസ സംവിധാനത്തെക്കുറിച്ച് മതിയായ അറിവില്ലാത്തതിനാൽ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നില്ലെന്നും അവർ വ്യക്തമാക്കി. ബംഗ്ലാദേശിൽ ആധുനികവും ശാസ്ത്രീയവും മതേതരവുമായ വിദ്യാഭ്യാസത്തിന് പകരം മതപരമായ തത്വങ്ങൾക്ക് അമിത പ്രാധാന്യം ലഭിക്കുന്നുവെന്നതാണ് അവരുടെ ആശങ്ക. സഹവിദ്യാഭ്യാസം, സ്വതന്ത്രചിന്ത, ലിംഗസമത്വം, മതപരമായ ബഹുസ്വരത, ആധുനിക മാനുഷിക മൂല്യങ്ങൾ എന്നിവ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രത്തിലുണ്ടാകണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇവിടെ തസ്ലിമ ഉയർത്തുന്ന ചോദ്യം മദ്രസകളെക്കുറിച്ചുള്ളത് മാത്രമല്ല, ഒരു കുട്ടിയുടെ ചിന്തയുടെ അതിരുകൾ ആരാണ് നിശ്ചയിക്കേണ്ടത് എന്ന വലിയ ചോദ്യമാണ് അത്. മതം പഠിപ്പിക്കുന്നതും മതത്തിന്റെ പേരിൽ ചിന്തയുടെ വാതിലടയ്ക്കുന്നതും രണ്ടും ഒരേ കാര്യമല്ല എന്നതാണ് അവരുടെ നിലപാടിന്റെ അടിസ്ഥാനം.
ഹസീനയെ വിമർശിച്ചിട്ടും മടങ്ങി വരാനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ട്? ഷെയ്ഖ് ഹസീനയുടെ സ്വേച്ഛാധിപത്യ നയങ്ങളെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള നിയന്ത്രണങ്ങളെയും മനുഷ്യാവകാശ ലംഘനങ്ങളെയും താൻ വിമർശിച്ചിട്ടുണ്ടെന്ന് തസ്ലിമ പറയുന്നു. എന്നാൽ ഒരു സ്വേച്ഛാധിപതിയെ പുറത്താക്കിയതുകൊണ്ട് മാത്രം ജനാധിപത്യം സ്ഥാപിക്കപ്പെടില്ലെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ആൾക്കൂട്ട ഭരണം, രാഷ്ട്രീയ പ്രതികാരം, മതമൗലികവാദം എന്നിവ സ്വേച്ഛാധിപത്യത്തിന് പകരം വരികയാണെങ്കിൽ അതിനെ വിമോചനമെന്ന് വിളിക്കാനാകില്ല. രാഷ്ട്രീയ പാർട്ടികളെ നിരോധിച്ചും വിയോജിക്കുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്തിയും ജനാധിപത്യം നിർമ്മിക്കാനാകില്ല. അതിന് നിയമവാഴ്ചയും സ്വതന്ത്ര ജുഡീഷ്യറിയും സ്വതന്ത്ര മാധ്യമങ്ങളും എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശങ്ങളും വേണം. ഇവിടെയാണ് തസ്ലിമയുടെ സ്വന്തം അനുഭവം വീണ്ടും പ്രസക്തമാകുന്നത്. ഷെയ്ഖ് ഹസീനെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാനുള്ള അവകാശമുണ്ടെന്നാണ് തസ്ലിമ പറയുന്നത്. അതേസമയം തനിക്ക് ബംഗ്ലാദേശ് പാസ്പോർട്ട് പുതുക്കി നൽകുന്നില്ലെന്നും വിദേശ പാസ്പോർട്ടിൽ വിസ അനുവദിക്കുന്നില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ സ്വന്തം രാജ്യത്തേക്കുള്ള വാതിലുകൾ നിയമപരമായി തനിക്ക് അടഞ്ഞു കിടക്കുകയാണെന്നാണ് അവരുടെ വാദം. സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടത് എന്ത്? തസ്ലിമയുടെ മറുപടി നേരിട്ടതാണ്. രാഷ്ട്രത്തെയും മതത്തെയും വേർതിരിക്കണം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യമായ മതേതര സിവിൽ നിയമങ്ങൾ വേണം. കുട്ടികൾക്ക് ആധുനികവും ശാസ്ത്രീയവും മതേതരവുമായ സഹവിദ്യാഭ്യാസം ലഭിക്കണം. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ, ക്ഷേത്രങ്ങളും വീടുകളും നശിപ്പിക്കൽ, നിർബന്ധിത മതപരിവർത്തനം, ലൈംഗിക അതിക്രമങ്ങൾ എന്നിവ നടത്തുന്നവർക്കെതിരെ രാഷ്ട്രീയ സ്വത്വം നോക്കാതെ നടപടി വേണം. പോലീസും ജുഡീഷ്യറിയും സ്വതന്ത്രമായിരിക്കണം. സ്ത്രീയുടെ സ്വാതന്ത്ര്യം സമൂഹം അംഗീകരിക്കണം. ഒരു സ്ത്രീ എന്ത് ധരിക്കണം, എങ്ങനെ ജീവിക്കണം, എന്ത് വിശ്വസിക്കണം, എന്ത് എഴുതണം എന്നൊക്കെ തീരുമാനിക്കാൻ സമൂഹത്തിനോ മതാധികാരികൾക്കോ അവകാശമില്ലെന്ന ആശയമാണ് തസ്ലിമയുടെ ഫെമിനിസ്റ്റ് നിലപാടിന്റെ കേന്ദ്രം. എഴുത്തുകാരെ ഭയപ്പെടുത്തുന്ന സമൂഹത്തിന്റെ ഭാവി എന്താണ്? ഇതാണ് തസ്ലിമയുടെ വാക്കുകളിൽ ഏറ്റവും ശക്തമായ മുന്നറിയിപ്പ്. എഴുത്തുകാർ എഴുതാൻ ഭയപ്പെടുകയും കലാകാരന്മാർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുകയും പത്രപ്രവർത്തകർ സത്യം മറച്ചുവെക്കുകയും ചെയ്താൽ നുണകൾ പതുക്കെ പൊതുസത്യമായി മാറും. പുറമേ നിന്ന് സമാധാനപരമായി തോന്നുന്ന ഒരു സമൂഹം അകത്തു നിന്ന് അഴുകിത്തുടങ്ങും. കാരണം ഒരു സമൂഹത്തിന്റെ ആരോഗ്യം അളക്കുന്നത് അവിടെ എത്ര പേർ ഒരേ കാര്യം പറയുന്നു എന്നതുകൊണ്ടല്ല, വ്യത്യസ്തമായ അഭിപ്രായം പറയുന്ന ഒരാൾക്ക് എത്രത്തോളം സുരക്ഷിതമായി സംസാരിക്കാനാകുന്നു എന്നതുകൊണ്ടാണ്. അവസാനം തസ്ലിമ നസ്രീന്റെ സന്ദേശം മതേതരത്വത്തിലേക്കാണ് എത്തുന്നത്. മതത്തിനു മുമ്പ് നമ്മൾ മനുഷ്യരാണ്. മതേതരത്വം മതവിശ്വാസികൾക്കെതിരായ ആശയമല്ല, വിശ്വാസം വ്യക്തിപരമാണ്. മനുഷ്യാവകാശങ്ങൾ പൊതുവായതും സാർവത്രികവുമാണ്. മനുഷ്യജീവിതം, സ്വതന്ത്രം, സമത്വം, അന്തസ്സ് എന്നിവയേക്കാൾ ഒരു മതവികാരത്തിനും ഉയർന്ന സ്ഥാനം നൽകാനാകില്ലെന്നാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൽ ശാസ്ത്രത്തിനും യുക്തിക്കും ചരിത്രത്തിനും തത്വചിന്തയ്ക്കും മനുഷ്യാവകാശങ്ങൾക്കും മുൻഗണന നൽകണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. തസ്ലിമ നസ്രീന്റെ ജീവിതത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ വ്യത്യാസമായിരിക്കാം. അവരുടെ എഴുത്തിനോട് യോജിക്കാത്തവർക്കും അവരെ വിമർശിക്കാം. എന്നാൽ ഒരു കാര്യം ചോദ്യം ചെയ്യാനാകില്ല. ചോദ്യം ചോദിക്കുന്ന അവകാശത്തിനായി അവർ സ്വന്തം ജീവിതം തന്നെ വലിയ വിലയായി നൽകി. ഒരു രാജ്യം ഒരാളെ പുറത്താക്കാം, ഒരു സർക്കാർ പാസ്പോർട്ട് നിഷേധിക്കാം, ഒരു മതമൗലികവാദ ശക്തിക്ക് ഒരു എഴുത്തുകാരനെ നിശബ്ദനാക്കാൻ ശ്രമിക്കാം. പക്ഷേ ചിന്തയെ അതിർത്തിക്കുള്ളിൽ പൂട്ടാനാകില്ല. സർക്കാരുകൾ വാതിലുകൾ അടച്ചാലും ചിന്തയുടെ വാതിൽ അടയ്ക്കാനാകില്ല. അതാണ് തസ്ലിമ നസ്രീന്റെ കഥയും ഇന്നും തുടരുന്ന അവരുടെ ശബ്ദവും. 19 വർഷത്തിന് ശേഷമാണ് ഞാൻ കൊൽക്കത്തയിൽ തിരിച്ചെത്തുന്നത്. കൊൽക്കത്തയിലേക്ക് തിരിച്ചെത്തിയ നിമിഷം സന്തോഷത്തോടൊപ്പം ആഴത്തിലുള്ള ദുഃഖവും അനുഭവപ്പെട്ടുവെന്നാണ് തസ്ലിമ പറയുന്നത്. കൊൽക്കത്ത അവർക്കൊരു നഗരം മാത്രമല്ല, ഭാഷയുടെയും സാഹിത്യ സ്വത്വത്തിന്റെയും ഓർമ്മകളുടെയും പ്രവാസ ജീവിതത്തിന്റെയും ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കൊൽക്കത്തയിലേക്കുള്ള തിരിച്ചുവരവ് ഒരു സാധാരണ യാത്രയായിരുന്നില്ല. ഒരിക്കൽ സ്വന്തം നാടായി കരുതിയ എന്നാൽ പിന്നീട് വിട്ടുപോകേണ്ടി വന്ന നഗരത്തിലേക്കുള്ള തിരിച്ചുവരവായിരുന്നു അത്. ഇവിടെയാണ് അവരുടെ വാക്കുകളിൽ ഏറ്റവും ശക്തമായ വിരോധാഭാസം ഉയരുന്നത്. സർക്കാരുകൾ വാതിലുകൾ അടച്ചപ്പോൾ ജനങ്ങൾ ഹൃദയം തുറന്നു. വിമാനത്താവളം മുതൽ രബീന്ദ്ര സദൻ വരെ തന്നെ കാണാനും കേൾക്കാനും ഫോട്ടോ എടുക്കാനും ആളുകൾ കാത്തുനിന്നത് തസ്ലിമ ചൂണ്ടിക്കാട്ടുന്നു. 2007 കൊൽക്കത്തയിലെ ജനങ്ങളാണ് തന്നെ പുറത്താക്കിയതെന്ന ധാരണയോട് അവർ വിയോജിക്കുന്നു. അത് ജനങ്ങളുടെ തീരുമാനമല്ല, രാഷ്ട്രീയ തീരുമാനമായിരുന്നു എന്നാണ് അവരുടെ നിലപാട്. യൂറോപ്പ് തനിക്ക് പൗരത്വം, സുരക്ഷയും നിയമപരമായ ഐഡന്റിറ്റിയും നൽകിയതിൽ അവർ നന്ദി പറയുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം ഒരു നിർണായക വ്യത്യാസം അവർ ചൂണ്ടിക്കാട്ടുന്നു. പൗരത്വം ലഭിക്കുന്നത് ഒന്നാണ്, മാതൃഭാഷയുമായി ജീവിക്കുന്നത് മറ്റൊന്നാണ്. ബംഗാൾ തനിക്ക് ഭാഷ നൽകി, വായനക്കാരെ നൽകി, എഴുത്തുകാരിയാക്കി. എന്നാൽ അവിടെ ജീവിക്കാനുള്ള അവകാശം അംഗീകരിക്കപ്പെട്ടില്ല എന്നതാണ് തസ്ലിമയുടെ ഒരു വേദന. ഇതിൽ നിന്ന് അവരുടെ അഭിമുഖം മറ്റൊരു നിർണായക വിഷയത്തിലേക്ക് കടക്കുകയാണ്. ബംഗ്ലാദേശിലെ മതമൗലികവാദം, മദ്രസകൾ ജിഹാദിന്റെ കേന്ദ്രങ്ങളാണ് എന്ന് കൊൽക്കത്തയിൽ പറഞ്ഞതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തസ്ലിമ വളരെ വ്യക്തമായൊരു വിശദീകരണമാണ് നൽകിയത്. തന്റെ അഭിപ്രായം ഇന്ത്യയിലെ മദ്രസകളെക്കുറിച്ചല്ല, ബംഗ്ലാദേശിലെ മദ്രസകളെക്കുറിച്ചാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്.
അതുപോലെ തന്നെ ഇന്ത്യയിലെ മദ്രസ സംവിധാനത്തെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാത്തതിനാൽ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നില്ലെന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ ബംഗ്ലാദേശിലെ സാഹചര്യത്തിൽ ആധുനികവും ശാസ്ത്രീയവും മതേതരവുമായ വിദ്യാഭ്യാസത്തിന് പകരം മതപരമായ തത്വങ്ങൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നുവെന്ന ആശങ്കയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ സഹവിദ്യാഭ്യാസം, സ്വതന്ത്രചിന്ത, ലിംഗസമത്വം, മതപരമായ ബഹുസ്വരത, ആധുനിക മാനുഷിക മൂല്യങ്ങൾ ഇവയിൽ നിന്ന് കുട്ടികളെ അകറ്റി നിർത്തുന്ന വിദ്യാഭ്യാസ രീതി സമൂഹത്തിന്റെ ഭാവിയെ തന്നെ ബാധിക്കുമെന്ന് തസ്ലിമയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ഷെയ്ഖ് ഹസീനയെ വിമർശിച്ചെങ്കിലും അവരുടെ മടങ്ങി വരാനുള്ള അവകാശത്തെ തസ്ലിമ പിന്തുണയ്ക്കുന്നുണ്ട്. ഇവിടെയും അവരുടെ നിലപാട് ശ്രദ്ധേയമാണ്. ഷെയ്ഖ് ഹസീനയുടെ സ്വേച്ഛാധിപത്യ നയങ്ങളെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള നിയന്ത്രണങ്ങളെയും മനുഷ്യാവകാശ ലംഘനങ്ങളെയും താൻ വിമർശിച്ചിട്ടുണ്ടെന്നും തസ്ലിമ പറയുന്നുണ്ട്. എന്നാൽ ഒരു സ്വേച്ഛാധിപതിയെ പുറത്താക്കിയതുകൊണ്ട് മാത്രം ജനാധിപത്യം സ്ഥാപിക്കപ്പെടില്ല. ആൾക്കൂട്ട ഭരണം, രാഷ്ട്രീയ പ്രതികാരം, മതമൗലികവാദം എന്നിവ സ്വേച്ഛാധിപത്യത്തിന് പകരം വരികയാണെങ്കിൽ അതിനെ വിമോചനം എന്ന് വിളിക്കാനാകില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ പാർട്ടികളെ നിരോധിച്ചും വിയോജിക്കുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്തിയും ജനാധിപത്യം നിർമ്മിക്കാനാകില്ലെന്നാണ് അവരുടെ നിലപാട്. അതിന് നിയമവാഴ്ചയും സ്വതന്ത്ര ജുഡീഷ്യറിയും സ്വതന്ത്ര മാധ്യമങ്ങളും എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശങ്ങളും അനിവാര്യമാണ്. ഇവിടെയാണ് തസ്ലിമയുടെ വ്യക്തിപരമായ അനുഭവം ബംഗ്ലാദേശിനെ കുറിച്ചുള്ള അവരുടെ വിമർശനം പരസ്പരം ചേരുന്നത്. ഷെയ്ഖ് ഹസീനയെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വരാനുള്ള അവകാശമുണ്ടെന്നാണ് തസ്ലിമ പറയുന്നത്. അതേസമയം തനിക്ക് ബംഗ്ലാദേശ് പാസ്പോർട്ട് പുതുക്കി നൽകുന്നില്ലെന്നും വിദേശ പാസ്പോർട്ടിൽ വിസ അനുവദിക്കുന്നില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ സ്വന്തം രാജ്യത്തേക്കുള്ള വാതിലുകൾ നിയമപരമായി തനിക്ക് അടഞ്ഞുകിടക്കുകയാണ് എന്നതാണ് അവരുടെ വാദം. തസ്ലിമയുടെ ആവശ്യങ്ങൾ അതോടെ കൂടുതൽ വ്യക്തമായി മാറുന്നു. രാഷ്ട്രത്തെയും മതത്തെയും പൂർണ്ണമായി വേർതിരിക്കണം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യമായ മതേതര സിവിൽ നിയമങ്ങൾ വേണം. കുട്ടികൾക്ക് ആധുനികവും ശാസ്ത്രീയവും മതേതരവുമായ സഹവിദ്യാഭ്യാസം ലഭിക്കണം. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ, ക്ഷേത്രങ്ങളും വീടുകളും നശിപ്പിക്കൽ, നിർബന്ധിത മതപരിവർത്തനം, ലൈംഗിക അതിക്രമങ്ങൾ എന്നിവ നടത്തുന്നവർക്കെതിരെ രാഷ്ട്രീയ സ്വത്വം നോക്കാതെ നടപടി വേണമെന്നും അവർ ആവശ്യപ്പെടുന്നു. പോലീസും ജുഡീഷ്യറിയും സ്വതന്ത്രമായിരിക്കണം. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ സമൂഹം അംഗീകരിക്കണം. ഇതിന്റെ അടിത്തറയിൽ ഒരേയൊരു ആശയമാണ് തസ്ലിമ മുന്നോട്ട് വയ്ക്കുന്നത്. മതത്തിന് മുമ്പ് മനുഷ്യനെ കാണണം. മൗലികവാദത്തിന്റെ ഭീഷണിയിൽ എഴുത്തുകാർ മിണ്ടാതാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി അതിലും ശക്തമാണ്. എഴുത്തുകാർ എഴുതാൻ ഭയപ്പെടുകയും കലാകാരന്മാർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുകയും പത്രപ്രവർത്തകർ സത്യം മറച്ചുവെക്കുകയും ചെയ്താൽ നുണകൾ പതുക്കെ പൊതുസത്യമായി മാറുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പുറമേ നിന്ന് സമാധാനപരമായി തോന്നുന്ന ഒരു സമൂഹം അകത്തു നിന്ന് അഴുകി തുടങ്ങുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. അവസാനം തസ്ലിമ പറയുന്നത് മതേതരത്വത്തെക്കുറിച്ചാണ്. മതേതരത്വം മതവിശ്വാസികൾക്കെതിരായ ആശയമല്ല. വിശ്വാസം വ്യക്തിപരമാണ്. എന്നാൽ മനുഷ്യാവകാശങ്ങൾ പൊതുവായതും സാർവത്രികവുമാണ്. മനുഷ്യജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് എന്നിവയേക്കാൾ ഒരു മതവികാരത്തിനും ഉയർന്ന സ്ഥാനം നൽകാനാകില്ല എന്നതാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൽ ശാസ്ത്രത്തിനും യുക്തിക്കും ചരിത്രത്തിനും തത്വചിന്തയ്ക്കും മനുഷ്യാവകാശങ്ങൾക്കും മുൻഗണന നൽകണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. തസ്ലിമ നസ്രീന്റെ വാക്കുകളിലെ ഏറ്റവും വലിയ സന്ദേശം ഇതാണ്. ഒരു രാജ്യത്തിന്റെ അതിർത്തികൾ ഒരാളെ പുറത്താക്കാം, ഒരു സർക്കാർ ഒരു പാസ്പോർട്ട് നിഷേധിക്കാം, ഒരു മതമൗലികവാദ ശക്തിക്ക് ഒരു എഴുത്തുകാരനെ നിശബ്ദനാക്കാൻ ശ്രമിക്കാം. പക്ഷെ മനുഷ്യന്റെ ചിന്തയും സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്യാനുള്ള അവകാശത്തെയും എന്നേക്കുമായി തടവിലാക്കാൻ കഴിയില്ല. കൊൽക്കത്തയിലേക്കുള്ള തസ്ലിമയുടെ തിരിച്ചുവരവ് അതുകൊണ്ട് ഒരു എഴുത്തുകാരിയുടെ മടങ്ങിവരവ് മാത്രമല്ല, അത് ഭാഷയിലേക്കുള്ള തിരിച്ചുവരവാണ്, ഓർമ്മകളിലേക്കുള്ള തിരിച്ചുവരവാണ്, ഒരിക്കൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്വന്തം ഇടത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. അതിലും പ്രധാനമായി ഭയമില്ലാതെ ചോദ്യം ചെയ്യാനുള്ള അവകാശത്തിനായുള്ള ഒരു എഴുത്തുകാരിയുടെ ശബ്ദം കൂടിയാണ്. അത് സർക്കാരുകൾ വാതിലുകൾ അടച്ചാലും ചിന്തയുടെ വാതിൽ അടയ്ക്കാനാകില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.